ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബ്ലൗസിൻ്റെ ഹുക്കും ഹോളും വെക്കുന്ന പട്ട എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് രണ്ട് സൈഡിലും വെക്കണം. വലത്തെ സൈഡിൽ ഇതാ നമ്മൾ 2.5 ഇഞ്ചിൻ്റെ പട്ട വയ്ക്കുക. ഇടത്തെ സൈഡിൽ ഹുക്ക് വയ്ക്കാനുള്ള 1 ഇഞ്ചിൻ്റെ പട്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2.5 ഇഞ്ചിൻ്റെ പട്ട വയ്ക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടിയിലും മുകളിലും 1/4 ഇഞ്ച് തുമ്പ് വരുന്ന പോലെ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. ബിഗിനേഴ്സൊക്കെ ആണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഞാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിൽ വരച്ചിട്ടുണ്ട്. ഇതുപോലെ വരച്ച് അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് തെറ്റില്ല, കറക്റ്റ് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മളത് ഇതുപോലെ വെച്ച് ഇങ്ങോട്ടേക്ക് മടക്കും. അടിഭാഗം ആദ്യം മടക്കും, അത് കഴിഞ്ഞ് ഇത് 2ആക്കി മടക്കും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതോടൊപ്പം നമ്മളിതിനെ ഹോളിട്ട് കൊടുക്കും. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ വച്ച ശേഷം നമുക്കിനിത് മാർക്ക് ചെയ്യാം. ഹോള് എവിടേക്കാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇവിടെ സ്റ്റിച്ച് കണ്ടല്ലോ, ആ സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന വിധത്തിൽ ഇതിങ്ങനെ വെക്കണം. കണ്ടോ, ആ സ്റ്റിച്ച് നമ്മളിത് ഈ പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ പാടില്ല, അത് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ മീതെ കൂടെ അത് കയറ്റി വെക്കണം. കഴിഞ്ഞ് നമുക്ക് ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്യാം. നമ്മൾ കട്ടിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതുമേ 2 ഹോള്. അത് കഴിഞ്ഞാൽ ഇവിടെ നെക്കിന് താഴെ 1/4 ഇഞ്ച് ഇറക്കി അവിടെ നമ്മൾ എന്തായാലും ക്രോസ് പീസ് വെച്ചടിക്കും. അതുകൊണ്ടാണ് 1/4 ഇഞ്ച് ഇറക്കി അവിടെ ഹോൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ 5 എണ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടിയും ഒരു ഹോളും കൂടിയും ഇട്ട് കൊടുക്കാം. നമ്മളതൊരു വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അടിഭാഗം അതുപോലെ ഞാൻ മടക്കി വെച്ചു. അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. കഴിഞ്ഞ് സൂചി കുത്തി നിർത്തുക. കുത്തി നിർത്തിയ ശേഷം അവിടെ ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് ആ വി ഷേപ്പുമ്പോൾ നമ്മൾ 2-3 സ്റ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് 2-3 സ്റ്റിച്ച് നമുക്ക് ആ വി ഷേപ്പ് വരുന്ന ആ ഭാഗങ്ങളിൽ മാത്രം അങ്ങനെ ഒരു 2-3 സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മളിവിടെ വി ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമിലൂടെ ഒരു 1-2 സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സ് ആയത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പവർ മെഷീനിൽ നമുക്ക് പെട്ടെന്ന് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ മെഷീനിലുള്ളവർക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ എല്ലാ ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളവിടെ 5 ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ട് അതിൻ്റെ മുകളിൽ കൂടെ
ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഹോള് വയ്ക്കാനുള്ള പട്ട അടിയിലാണ് വെച്ചതെങ്കിൽ ഹുക്ക് വയ്ക്കാനുള്ള പട്ട നമ്മൾ മുകൾ ഭാഗത്ത്, ഇത് കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വയ്ക്കണം. തയ്യൽ തുമ്പ് അടിയിലും മുകളിലും ഇട്ട ശേഷം, അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ കഴിഞ്ഞ പാർട്ടിലത്തെ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ ചെറിയ ടെക്ക് താഴത്തെ ഭാഗത്തേക്ക് ആക്കി വയ്ക്കുക. ഇതുപോലെ പിടിച്ച് കേട്ടോ, നഖം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. നമ്മളിത് ഒരു സ്റ്റിച്ച് കൊടുത്തു. കണ്ടല്ലോ, ഇതുപോലെ. ഈ അടിഭാഗം മടക്കി കണ്ടോ, ഇത് രണ്ടായിട്ടൊന്ന് മടക്കി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് മടക്കുക. നല്ല ഫിനിഷിങ്ങിൽ മടക്കി വയ്ക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കി കണ്ടോ, ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ മടക്ക് മടക്കി. അപ്പം അങ്ങനെ 2 മടക്ക് മടക്കി. ഇതിനധികം വീതിയൊന്നും വേണ്ട, ഒരു 3/4 ഇഞ്ച് വീതിയിലൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഹുക്ക് വയ്ക്കാനുള്ള പട്ട നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന മുകളിലെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. രണ്ട് പാർട്ടിനെയും എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം, ആ നെക്കിൻ്റെ ഭാഗത്തുനിന്ന്. ഇനി അത് കഴിഞ്ഞ് പിന്നെയും നമുക്കിത് കറക്റ്റാണോ എന്ന് വെച്ച് നോക്കാം. നമ്മൾ കണ്ടോ, പട്ട വെച്ച ശേഷവും അത് കറക്റ്റാണോ എന്ന് ഇതുപോലെ വെച്ച് നോക്കണം. അടുത്ത നമുക്ക് സ്ലീവ് നമുക്ക് ഇതാണ് പൊട്ടപ്പുറം, ഉള്ളിൽ വരുന്നതാണ് നല്ല പുറം. നമ്മൾ ഒരു മടക്ക് ഇങ്ങനെ പൊട്ടപ്പുറത്തേക്ക് ആക്കിയിട്ട് ഒരൊറ്റ മടക്ക് അത് സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ഒരൊറ്റ മടക്കിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊട്ടപ്പുറം മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് വയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് കട്ട് ചെയ്തിരുന്നു. നമ്മളിവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുത്തിരുന്നു, കണ്ടോ, ഇതാണ് നോച്ചിട്ട് കൊടുത്ത ഭാഗം. അത് ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഈ 2 സ്ലീവും ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. ഇനി നമുക്ക് തെറ്റിപ്പോവും. ഇത് ഇടതുഭാഗം വലതുഭാഗം ഇടതുഭാഗം അങ്ങനെയാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം അത് 15 ഇഞ്ചിൽ കിട്ടുന്നുണ്ടോയെന്ന്. ഞാനിവിടെ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ ടു വേസ്റ്റ് വരെയുള്ള ഭാഗത്തിന് കണ്ടോ, ഇവിടെ 15 ഇഞ്ച് കിട്ടുന്നുണ്ട്. കണ്ടോ, തയ്യൽ തുമ്പ് ഇത്രയും വരുന്നുണ്ട്.
അത് നമ്മൾ മടക്കി ഹെമ്മിങ് ചെയ്യും. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് 2 എണ്ണം ഇങ്ങനെ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ ബാക്ക് പാർട്ട് ഇങ്ങനെ കമത്തി വെക്കുക. നമുക്ക് തെറ്റിപ്പോവില്ല. കണ്ടോ? എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് ഒരു ഭാഗത്ത് വരച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് അതില്ല. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ തയ്യൽ തുമ്പ് എത്രയാണോ ഇട്ടേക്കുന്നത് അത്രയും ഭാഗം വരച്ചിട്ട് അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഷോൾഡറിന് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഈ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിൻ്റെ അവിടേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും പോയി കാണാം. കണ്ടോ? ഇതുപോലെ വെച്ച് തയ്യൽ തുമ്പ് ബാക്കിലോട്ട് വരണം. നല്ല വശം തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ബിഗിനേഴ്സൊക്കെ ആയ കാരണം കൊണ്ട് നമുക്കത് തെന്നി പോകാണ്ടിരിക്കാനായിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ട് കണ്ടോ നടുഭാഗത്ത് സ്ലീവിൻ്റെ ആ കട്ടിങ് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ ഞാനിവിടെ തയ്യൽ തുമ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെ ചെയ്യാം. കറക്റ്റ് ആ തയ്യൽ തുമ്പിൻ്റെ മുകളിലൂടെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത് 1/4 ഇഞ്ചും 1 പോയിൻറ്റോ 1/2 ഇഞ്ചോ അത്രയ്ക്കും തയ്യൽ തുമ്പ് നമുക്ക് ആ സ്ലീവിൻ്റെ മുകളിലൂടെ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ആ ലൈനിൽ കൂടി പതുക്കെ സ്ലീവ് നമുക്ക് പതുക്കെ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യണ്ട. പിന്നെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കയറി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് അടുത്ത ഭാഗം. അപ്പോൾ സ്ലീവിൻ്റെ അടുത്ത ഭാഗം ഇതുപോലെ തന്നെ നടുഭാഗത്ത് നിന്ന് തുടങ്ങി ഇവിടെ വരച്ചിട്ടുണ്ട്. ആ വരയിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരച്ചേക്കുന്നത് തയ്യൽ തുമ്പ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്ലീവിന് 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.